ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ വൈകിട്ട് ഒരു 4:45 സമയത്തുള്ള ലുക്കാപ്പിയുടെയും എൻ്റെയും കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ ലുക്കാപ്പി അവിടെ കളിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ശേഷം ഇങ്ങനെ ഞങ്ങളിതാണ് ഒരു ഏത്തക്കാപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഏത്തക്കാപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് കടന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇയാൾ വലിയ ഇളക്കാനൊക്കെ കയറി അങ്ങ് വലിയ പാചകക്കാരനാകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഏത്തക്കാപ്പത്തിൻ്റെ നോർമലി എന്തൊക്കെയാണ് അതിനകത്തിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മൈദാപ്പൊടിയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഒരു മുട്ട ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുന്ന ആളാണ് എൻ്റെ ലൂക്കാപ്പി. പിന്നെ 2 ഏത്തയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമില്ല. അപ്പോൾ 2 ഏത്തയ്ക്ക കൊണ്ടുള്ള നമ്മുടെ ഏത്തയ്ക്കപ്പാണ് കേട്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. അപ്പോൾ എന്തായാലും എൻ്റെ ലൂക്കാപ്പിയാണ് എന്നെ സഹായിക്കുന്നത് മുഴുവനും കേട്ടോ. എല്ലാം എടുത്ത് മുറിച്ച് കയ്യിലോട്ട് കൊടുത്താൽ മതി. അയാൾ തന്നെ എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് ചെയ്യും. ബാക്കി ഇനി എണ്ണ പരിപാടികളൊക്കെ ഞാനാണ് കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എണ്ണ കുറച്ച് അതിനകത്തിലുണ്ടായിരുന്നെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ അതേ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക മാവിനകത്ത് മുക്കി നമ്മൾ ഓരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ആദ്യത്തെ സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തീ കുറച്ച് വെച്ചിട്ട് എന്ത് കാര്യവും ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിവട ആയാലും ഏത്തയ്ക്കാപ്പം ആയാലും എല്ലാം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തീ കൂട്ടി വെച്ചെല്ലാവരും ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം നല്ലപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിലെടുക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന സാധനം എന്തായാലും കരിഞ്ഞു പോകും. അപ്പം ഇന്ന് അതുകൊണ്ട് ഞാൻ തീ അധികം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. തീരെ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ചീനിച്ചട്ടിയും കൂടെ ആയത് കാരണം പെട്ടെന്ന് തീ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനും കരിയാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ തീ കുറച്ചാണ്. അതുകൊണ്ടാണ് കുറച്ച് താമസമുണ്ട് കേട്ടോ. പിന്നെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണമല്ലോ. തീ കുറച്ചായാലും ഏത്തയ്ക്കാപ്പം ആകുമ്പോൾ എന്നാലും ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ വേണ്ടേ. അപ്പോൾ ദേ അതുകൊണ്ട് തീ കുറച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത്തയ്ക്കാപ്പൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഏത്തയ്ക്കാപ്പം എന്തേ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഒന്നും ഏത്തയ്ക്കാപ്പം ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്നിവിടെ 2 ഏത്തയ്ക്ക ഇടുന്നതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ അടുത്ത സെറ്റ് ഞാൻ ഇടുകയാണ് കേട്ടോ. ഒന്നെടുത്ത് അതിന് ഈ 2 സെറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതിയല്ലോ. ലൂക്കാപ്പി കഴിക്കും, ഇങ്ങനെയെങ്കിലും ഏത്തയ്ക്ക കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ. അപ്പോഴത്തേനും ഓടി വന്നിട്ടുണ്ട്. എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എൻ്റെ കൂടെ നിന്നിട്ടാണ് ബാക്കി പരിപാടികൾ. അപ്പം ഏത്തയ്ക്ക അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോസൊക്കെ എല്ലാവരും കാണുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.